എവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റം മറിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ ആ ഒരു തരത്തിലായിരിക്കും ഈ ഒരു മെസ്സേജ് മീനിങ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ 3 ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ ഒന്നോ അതിലധികമോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ഒന്നോ അതിലധികമോ ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ മെസ്സേജ് റീഡിങ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ് സർവീസ് ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എങ്ങനെ റെസൊണേറ്റ് ആവുന്നു ആ ഒരു തരത്തിലേക്ക് മാത്രം എടുക്കാം കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മാച്ച് ആവുന്നു ആ ഒരു തരത്തിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി. കൂടുതൽ സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇട്ട് നിങ്ങളത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാം. അല്ലെങ്കിൽ അയ്യോ എനിക്കിത് മാച്ച് ആവുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്കിത് മാച്ച് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് വിട്ടേക്കാം നിങ്ങളുടെ കാർഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്തത് നിങ്ങൾക്കിത് മാച്ചായിട്ട് വരുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് കേൾക്കാം, നോക്കാം. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് മുമ്പിലേക്ക് കാണുന്നത്. ഓക്കെ, ഒരു എക്സൈറ്റിംഗ് ആൻഡ് എൻജോയബിൾ ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് മുമ്പിൽ കിടക്കുന്നത്. പക്ഷേ എവിടേക്കോ നിങ്ങൾക്കൊരു സംശയം, സെൽഫ് ഡൗട്ട് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ അത് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ചിലപ്പോൾ നിങ്ങൾ അലട്ടുന്നുണ്ടാവാം. ഓക്കെ, യാതൊരു വിഷമത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ആവശ്യമില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാര്യം തന്നെയാണ്. യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ചലഞ്ചസ്, വെല്ലുവിളികളിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി നിങ്ങൾക്ക് വയ്യായിക, അല്ലെങ്കിൽ അത് ഒരു തടസ്സം പോലെ, ഇത് ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ ഒക്കെ തോന്നാം. നിങ്ങൾ ചിലപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു വിഷമം, മനോവിഷമം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ കൂടി കടന്നു പോവാം. തീർച്ചയായിട്ടും ഇപ്പോൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ ഒഴിവായിട്ട് പോവുക തന്നെ ചെയ്യും. ചില കാര്യങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയത്തൊക്കെ. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നിങ്ങൾ സമീപിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഫുൾ കഴിവുകളും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കോൺഫിഡൻസോടുകൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങളെ നെഗറ്റീവായിട്ട് തളർത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇത് എക്സാക്ട്ലി ഞാൻ പോകുന്ന വഴി കറക്റ്റാണോ, ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയൊക്കെ ചിന്തകളുണ്ടാവാം. അപ്പം അത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തകൾ, ഐഡിയാസ് എന്താണോ അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം ദിവസവും. അതായത് നിങ്ങളുടെ ഗോൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കേണ്ടത്, അത് വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ കാര്യം പോലും ആയിരിക്കാം, ചിലർക്കത് വലിയൊരു കാര്യം തന്നെ ആയിരിക്കാം. ഓക്കെ, എന്നിരുന്നാലും ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങളുടെ ഫ്യൂച്ചറിലെ ഗോൾ തന്നെയാണല്ലേ, നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ദിവസവും നിങ്ങളത് നേടിയെടുക്കുന്നതായിട്ട് മനസ്സിൽ കാണുക, വിഷ്വലൈസ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ പോസിറ്റീവ് പവർ കൊടുക്കും. നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് ഏത് ആവശ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. അതായത് പോസിറ്റീവ് ചിന്താഗതി അതിന് കൊടുക്കാൻ ശ്രമിക്കുക. അത് നേടിയതായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് നന്ദി പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നടക്കും. അയ്യോ നടക്കില്ലേ എന്നുള്ളൊരു ചിന്ത വയ്ക്കുന്ന സമയത്ത് അത് നടക്കേണ്ട കാര്യങ്ങൾ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ഈ ഒരു സമയത്ത് എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, തടസ്സങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും. നല്ലൊരു ഡോർ, പുതിയൊരു വാതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന്
തുറന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് അത് കാണാൻ പറ്റുന്നില്ല. ചില മനോവിഷമത്തിൽ മുഴുകിയിട്ട് അത് നടക്കോ ഇല്ലയോ എന്നുള്ള വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും യാതൊരു ആവശ്യമില്ല. ചില കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ചിലർക്കൊരു ഇമോഷണൽ ബാലൻസ് ആയിരിക്കാം, മനസ്സമാധാനമായിരിക്കാം വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമമായിരിക്കും. അപ്പോൾ അതിന് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥന അല്ലെങ്കിൽ നാമജപമൊക്കെ ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പം വിഷമത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങളത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുക ഈ ഒരു സമയത്ത്. അല്ല എന്നുണ്ടെങ്കിൽ മനോവിഷമമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ചിന്തിച്ചിരിക്കാതെ കുറച്ച് പുറത്തോടൊക്കെ നടക്കുക. ചില അമ്പലങ്ങളൊക്കെ പോകുന്നത്, ആരാധനാലയങ്ങളൊക്കെ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് ഊർജ്ജമുണ്ടാക്കും. ഓക്കെ, അപ്പോൾ പതിയെ പതിയെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുന്നതാണ്. ചില അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ ഈ ഒരു സമയത്ത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് വരുന്നത്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ലെസൺസ് അത് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. വലിയൊരു മാറ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള തടസ്സങ്ങൾ അത്യാവശ്യമാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം നന്ദി പറയുക, നിങ്ങളെ അഭിനന്ദിക്കുക. ഈ ഒരു സമയത്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. നടക്കാത്ത കാര്യങ്ങൾ പോലും നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ്, പോസിറ്റീവ് മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് നിങ്ങൾക്ക് വരുന്ന ഒരു സന്ദേശമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നത്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ശരിയല്ലേ? ഒരുപാട് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചില തടസ്സങ്ങൾ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും. ഓക്കെ, അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ചിലർക്കത് ഒരു വീട് സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ സ്ഥലം സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, ചില പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. ഓക്കെ, എങ്ങനെയാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിൽ വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹോപ്പ്ലെസ് ഫീൽ ഉണ്ടാവാം, ഒരു നിരാശ മനോഭാവം ഉണ്ടാവാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതെങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളതിനെ നിങ്ങൾ ഒരുപാട് ഉപദേശം പലരിൽ നിന്നും തേടാൻ ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പലരിടത്തും നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നുണ്ടാവാം. ഇത് ഈ രീതിക്ക് പോയാൽ മതിയോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, സഹായം ചോദിക്കുന്നുണ്ടാവും ചിലർ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സന്ദേശം, നിങ്ങൾ ആരുടെടുത്തും ഈ ഒരു സമയത്ത് സഹായമായിട്ടോ ഉപദേശമായിട്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ആരെയും ഈ ഒരു സമയത്ത് അസിസ്റ്റൻ്റായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടാസ്കുകൾ, ചില കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് ഭഗവാനായിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും തോന്നിക്കുന്നുണ്ട്. നിങ്ങൾ സഹായം ചോദിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് ചിലപ്പോൾ തരുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അത് മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് അവരിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജം നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവർ ചിലപ്പോൾ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല. ചിലരുടെ സാഹചര്യം, ചില സിറ്റുവേഷൻസ്, അവരിൽ നിന്നുണ്ടാവുന്ന എനർജി, ഊർജ്ജം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള വഴികൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളോട് മാത്രം കാര്യങ്ങൾ ചോദിക്കുക. ഒരുപാട് പേരോട് സഹായം ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് പേരോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തരും. ഓക്കെ, ചില ആൾക്കാർ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് മറ്റുള്ളവരോട് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നെഗറ്റീവ് ഊർജ്ജം തരുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് ഊർജ്ജം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അഗെയിൻസ്റ്റ് ഒരു നെഗറ്റീവ് ഊർജ്ജം തീർച്ചയായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ളവരോട് മാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിശ്വാസമുള്ള ആൾക്കാരുടെ മാത്രം സഹായം ചോദിക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത്. ഓക്കെ, വിശ്വാസം കൊണ്ട് നടക്കുക. ഇത് ചെയ്തു തീർക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചിലർ മനോവിഷമം മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ ഒരുപാട് പേരോട് നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നം കൂടുകയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളത് വീണ്ടും വീണ്ടും പറഞ്ഞ് ആവർത്തിച്ച് നിങ്ങളുടെ ഉള്ളിലെ വിഷമത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്.
നിങ്ങൾക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള വിശ്വാസമുള്ള ഒരാളോട് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ സങ്കടങ്ങളെല്ലാം തുറഞ്ഞു പറഞ്ഞ് ഒരു സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ സഹായം അഭ്യർത്ഥിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ തരത്തിലുള്ള ഗൈഡൻസും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയം ചില ബുദ്ധിമുട്ടുകൾ അത് നിങ്ങളുടെ മുൻജന്മ കർമ്മയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഫീൽ ചെയ്യുന്നത്. സോ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വെല്ലുവിളി തടസ്സങ്ങൾ തീർച്ചയായിട്ടും നീക്കം ചെയ്ത് പോകുന്നതാണ്. ഒരു അടുത്തൊരു വർഷം തുടങ്ങി ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഇമോഷനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഡീപ് ബ്രീത്തിങ് ഈ ഒരു സമയത്ത് നിങ്ങൾ സഹായകമാകും. ധ്യാനം ചെയ്യുന്നത് ഒരുപാട് സഹായകമാകും. പ്രാർത്ഥന നിങ്ങളെ നെഗറ്റീവ് എനർജിയിൽ നിന്നും സംരക്ഷിക്കും. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വിജയിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, കാര്യങ്ങളിൽ നിന്ന് എല്ലാം ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഗ്രോത്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നിങ്ങൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, വിഷമങ്ങൾ നേരിടേണ്ടി വന്നത് എന്നുള്ളത്. ഒക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ മനോഹരമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നതാണ്. ഒരു ചെറിയ ചില തടസ്സങ്ങളാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചില കംഫർട്ട് സോൺ നിങ്ങൾ ലീവ് ചെയ്യേണ്ടതാണ് ഈ ഒരു സമയത്ത്. നിങ്ങൾ എവിടേക്കോ ചില ആൾക്കാരൊരു കംഫർട്ട് സോൺ കാണാൻ ശ്രമിക്കുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ സുരക്ഷിതമായ ചില സ്ഥലങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ പാതയാണ് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റെസൊനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക. ട്രാക്ക് മാറ്റാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ചെറിയ ചെറിയ അക്കംപ്ലിഷ്മെൻറ്റ്സ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ചെറിയ ചെറിയ വിജയങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ആഘോഷിക്കാൻ ശ്രമിക്കുക. എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് നല്ല ആൾക്കാർ, നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. തീർച്ചയായിട്ടും സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാർ, നല്ല ഉപദേശം തരാൻ പറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമുക്ക് അടുത്തതിലോട്ട് പോവാം. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിധി മാറാൻ പോവുകയാണ്. ഓക്കെ, വരുന്ന ഒരു 5-6 മാസം, ഓക്കെ, അതിനുള്ളിൽ നിങ്ങളുടെ വിധി തീർച്ചയായിട്ടും മാറാൻ പോവുകയാണ്. സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇല്ലാതെയാവുന്നതാണ്. സമാധാനം, ശാന്തിയൊക്കെ നിങ്ങളുടെ വഴിക്ക് വരുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോവുകയാണ്. അധികം കാലതാമസമില്ല. ഞാനൊരു ഏകദേശം ഒരു കാലയളവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും സോൾവ് ആവുന്നതാണ്. സമാധാനപരമായൊരു അന്തരീക്ഷം ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ചില കമ്മിറ്റ്മെൻറ്റ്സ് ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം അത് എപ്പോൾ നടക്കുമെന്നുള്ളൊരു ചിന്തയായിരിക്കാം ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം വരാൻ പോവുകയാണ്. വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു സമയത്ത് അല്പനേരം നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടി ചിലവഴിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഓടി നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പ്രശ്നം പറഞ്ഞ് തീർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഒരു സ്ട്രഗിളാണ് എനിക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾക്കൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്, ചില ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട്, കടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മാനസികമായിട്ട് തളർച്ചയുണ്ടാവും. ആ ശരീരത്തിന് വയ്യായ്ക ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഓടി നടക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളായിരിക്കാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന ഒരാൾ. ഫാമിലി മെമ്പേഴ്സിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, എന്നിരുന്നാലും എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ സാഹചര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസ്റ്റ് ആവശ്യമാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത് ഈ ഒരു അത്യാവശ്യമാണ്. ജെന്യൂൻ ആയിട്ടുള്ള പീപ്പിൾസിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ചില ആൾക്കാർ നിങ്ങളെ നെഗറ്റീവായിട്ട് ചൂഷണം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാം, നിങ്ങളുടെ ഫാമിലി ബന്ധുക്കൾ തന്നെയാവാം. ഓക്കെ, നിങ്ങളുടെ നല്ല മനസ്സിനെ ചിലർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പസമയമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ധനം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി അല്പം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതാണ് ആ ഒരു കാര്യം. കാരണം ഭാവിയിലേക്ക് നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ
നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കാതെ അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ, അത് ചിലപ്പോൾ സമയമായിരിക്കാം, ധനം മാത്രമായിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരല്പസമയമെങ്കിലും നിങ്ങൾ മാറ്റി വെക്കേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. അത് ഒരുപാട് നല്ല രീതിയിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫ്യൂച്ചർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കും. ഓക്കെ, കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ. ചിലർക്കൊരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കാനായിരിക്കും, ചിലർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുക. നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസിനെ നിങ്ങൾ മാറ്റി നിർത്തുക ഈ ഒരു സമയത്ത്. ഓക്കെ, കാരണം ചിലർ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാക്കുന്നു, നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാക്കുന്ന ചില ആൾക്കാർ, ചിലപ്പോൾ അത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, ആര് തന്നെയായാലും അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഒരു സമയത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും തീർച്ചയായിട്ടും. അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവേണ്ടത് ഇനി മുതൽ. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു സമയത്ത്. ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളെ വിശ്വാസം അർപ്പിക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലിരിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ലോട്ടറി അടിക്കാനുള്ളൊരു ഭാഗ്യം കാണാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വിശ്വാസത്തോടെ എടുക്കാട്ടോ ലോട്ടറിയൊക്കെ. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ചിലർക്ക് വളരെയധികം ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ മുന്നേ തന്നെ ചില ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു ചെക്കപ്പിന് പോകാൻ തയ്യാറാവാതെ, അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കുന്നൊരവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ മടി കാണിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ചിലർക്കെങ്കിലും അത് ശരീരത്തിന് വയ്യായിക അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ടൊരു കാര്യം ഫീൽ ചെയ്യുന്നത്. നെഗറ്റീവായിട്ടല്ലാതെ പോസിറ്റീവിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺഫിഡൻറ്റോടു കൂടി മുമ്പോട്ട് പോവുക. പേടിച്ച് ഭയന്നിട്ടല്ല. നിങ്ങൾക്കൊരു റെസ്റ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം തരുന്ന ചില സൂചനകൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ലൊരു മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളെ പേടിക്കുന്നു. ഓക്കെ, ചില മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് സംഭവിക്കുകയോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തെറ്റുകാരായിട്ട് കാണുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം കുഞ്ഞുനാൾ മുതലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നത് ഒരു നെഗറ്റീവ് സെൽഫ് ടോക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയം സപ്പോർട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങളും നല്ല കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ കാർഡിൽ വരുന്നത്. സോ പ്രതീക്ഷയോടെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് റെസൊനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.